വൈരക്കുപ്പ ടൗണിലെ ഒരു ദേവസ്ഥാനമാണിത്. വൈരക്കുപ്പയാണ്. കർണാടകയിലാണ് ഇതിൻ്റെ ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കർണാടകം വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല ശിവക്ഷേത്രമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഇത്തി അരയാൽ പേരാൽ ൽപ്പെടുന്ന ഒരു വൻ വൃക്ഷമുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ തണലിലാണ് ഉച്ച സമയത്ത് ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിനോട് ചേർന്ന് മറ്റും വൃക്ഷങ്ങളെല്ലാം ഉണ്ട്. എപ്പോഴും ക്ഷേത്രത്തിൻ്റെ പരിസരം നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷമാണ്. റോഡിനോട് ചേർന്നിട്ടാണ് തന്നെയാണ് ക്ഷേത്രമുള്ളത്. അരയാലുണ്ട്. അരയാല വലിയൊരു അരയാൽ വൃക്ഷമാണ്. അതിനോട് ചേർന്ന് തന്നെ കർണാടക ഫോറസ്റ്റ് അപ്പുറത്തേക്ക് തുടരുകയാണ്. നയനമനോഹരമായ ഒരു ദൃശ്യമെന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നൊരു പൂവാകയാണ്. പൂവാക ഇല പൊഴിച്ച് നിൽക്കുന്നൊരു സമയമാണ്. വേനലിൻ്റെ ഉഗ്രത ഏറ്റവും കൂടിയ ഒരു സമയം ഏപ്രിൽ 14 വിഷുവിൻ്റെ അന്നാണിത്. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന രാജമല്ലി വൃക്ഷമാണിത്. ഏകദേശം ഒരു 8-10 സെൻറ്റിലോളം ഈ വൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇലകൾ ഇപ്പോൾ തളിർത്തിട്ടില്ല. പൂർണ്ണമായിട്ടും പൂക്കളാണ് ഇപ്പോഴുള്ളത്. രാജമല്ലി വൃക്ഷം ഏറ്റവും കൂടിയ ചൂടും വരൾച്ചയും ജലക്ഷാമമുള്ള ഒരു സമയമാണിപ്പോൾ. കബനിപ്പുഴയിൽ വെള്ളം വറ്റിയ ഒരവസ്ഥയിലാണുള്ളത്. തുടർന്ന് മഴ ലഭിക്കാതിരുന്നാൽ ഒരു 10 ദിവസം കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ സപ്ലൈ നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കിണറുകളിൽ പുൽപ്പള്ളി ഭാഗത്തുള്ള കിണറുകളിൽ പുൽപ്പള്ളി മുളങ്ങൽ പഞ്ചായത്തിലെ കിണറുകളിൽ വെള്ളം വറ്റിയ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ജനങ്ങൾ ഭാവിയിലേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് വളരെയധികം കരുതൽ എടുക്കേണ്ട സമയമാണ്. അമൂല്യമായ വസ്തുവാണ് വെള്ളം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനേക്കാൾ ഉചിതമായിട്ട് ഭാവിയിലേക്ക് വെള്ളം സംഭരിക്കുന്ന, കരുതുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ മുൻകൈയെടുത്ത് ചെയ്യണം. അതിൻ്റെ അനിവാര്യതയിലേക്കാണ് പ്രകൃതി നമ്മളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്.